ഇപ്പോൾ ജൂലൈ അവസാനത്തിലാണ് വയനാട് ദുരന്തം സംഭവിക്കുന്നത്. ഓഗസ്റ്റ് 2-ാം തീയതി ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന മുഖ്യമന്ത്രിയുടെ കത്ത് തിരുവനന്തപുരത്തുനിന്ന് അയക്കുകയും ഞാനിവിടെ അത് പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 17-ാം ദിവസം നാം 1202 കോടി രൂപയുടെ ധനസഹായം വേണം എന്ന മെമ്മോറാണ്ടം കൊടുത്തു. 17-ാം ദിവസം. പിന്നീട് അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യായിരുന്നു. ഓഗസ്റ്റ് 8, 9, 10 തീയതികളിൽ കേന്ദ്ര സംഘം വന്ന് വയനാട് പരിശോധിക്കുകയും അന്നത്തെ നമ്മുടെ ചീഫ് സെക്രട്ടറി വേണുവും സംഘവും അവരുടെ കൂടെ നിന്ന് എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി വന്നു. പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയോടും ഗവർണറോടൊപ്പം നിന്ന് ആ പ്രദേശം മുഴുവൻ കണ്ടതാണ്. അന്ന് നടന്ന യോഗത്തിൽ, ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി ഇതാവശ്യമായ സഹായം എത്തിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഒക്ടോബർ 19-ാം തീയതി കൊച്ചിയിൽ നിർമ്മലാ സീതാരാമൻ വരുന്നത്. അന്ന് പത്രസുഹൃത്തുക്കൾ ചോദിച്ച ചോദ്യത്തിന് കേരളത്തെ കൈവിടില്ല എന്നാണ് പറഞ്ഞത്. ഇതിനുശേഷം ഈ പാർലമെൻറ്റ് തുടങ്ങിയ സന്ദർഭത്തിൽ നിർമ്മലാ സീതാരാമൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് എന്നെ വിളിച്ചിരുന്നു. അവിടെയും പറഞ്ഞത് ആവശ്യമായ സഹായം നൽകും എന്നായിരുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. മറ്റൊന്ന്, വയനാട് ദുരന്തബാധിത പ്രദേശങ്ങളിലെ കർഷകർക്കും വിദ്യാർത്ഥികൾക്കും എടുത്തിട്ടുള്ള ബാങ്ക് ലോണുകൾ അത് എഴുതിത്തരണം എന്ന മുഖ്യമന്ത്രിയുടെ കത്ത് പ്രധാനമന്ത്രിക്ക് കൊടുത്തിരുന്നു. അത് പ്രധാനമന്ത്രി റിസർവ് ബാങ്കിന് അയച്ചു കൊടുത്തു. റിസർവ് ബാങ്ക് എനിക്കൊരു മറുപടി നൽകി. ആ മറുപടിയിൽ പറഞ്ഞത് കേരളത്തിലുള്ള ബാങ്കുകൾക്ക്, അത് സഹകരണ ബാങ്ക് മുതൽ ദേശസാൽകൃത ബാങ്കുകൾക്ക് പ്രാദേശികമായി കാര്യത്തിൽ തീരുമാനമെടുത്ത് എഴുതിത്തള്ളുകയോ റീസ്ട്രക്ചർ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അതോടൊപ്പം മുഖ്യമന്ത്രി ചെയർമാനായ പ്രാദേശിക അഡ്വൈസറി കമ്മിറ്റിക്കും ഈ കാര്യത്തിൽ ഇടപെടാമെന്നായിരുന്നു. പിന്നീട് റിസർവ് ബാങ്ക് ഗവർണർ കൊച്ചിയിൽ വന്നപ്പോൾ, അന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടമായതുകൊണ്ട് ഒരു അനൗദ്യോഗിക ചർച്ചകൾ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. അന്നും എന്നോട് റിസർവ് ബാങ്ക് ഗവർണർ പറഞ്ഞത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു ഉചിതമായ തീരുമാനമെടുക്കുമെന്നായിരുന്നു. ഞാൻ അദ്ദേഹത്തെ ധരിപ്പിച്ചത് ഇത് അഫക്റ്റഡ് ഏരിയകൾ, നമ്മുടെ വയനാട് ജില്ല മൊത്തമല്ല, അഫക്റ്റഡ് ഏരിയയിലെ കർഷകർക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ തിരിച്ചടക്കാൻ കഴിയില്ല. അതുകൊണ്ട് റിസർവ് ബാങ്ക് തന്നെ ഇതൊരു പോളിസിയായി എടുത്ത് ഇൻസ്ട്രക്ഷൻ കൊടുത്തില്ലെങ്കിൽ പ്രാദേശികമായുള്ള ബാങ്കുകൾക്ക് തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി നൽകിയ മറുപടി വളരെ നിരാശാജനകമാണ്. അതൊരു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾക്ക് ഗുണകരമായ ഒരു മറുപടിയല്ല തന്നിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെൻറ് ഇത് തിരുത്തി കേരളത്തിന് നൽകേണ്ട എല്ലാ സഹായങ്ങളും കൃത്യമായി എത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നും ഹൈക്കോടതി കേസെടുക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിനെതിരെയാണ് രൂക്ഷമായിട്ടുള്ള വിമർശനം. അതായത് കൃത്യമായിട്ടുള്ള കണക്കുകളില്ലാതെ കേന്ദ്രം എങ്ങനെ സഹായിക്കുമെന്നാണ് ചോദിക്കുന്നത്. അത് സംസ്ഥാന ഗവൺമെൻറ് മറുപടി പറയാനില്ലാതെ കോടതിയിലായതുകൊണ്ട് എനിക്കതിന് മറുപടി പറയാൻ പറ്റില്ല. വിശദമായിട്ടുള്ള റിപ്പോർട്ട് നൽകിയത് നവംബർ 13-ാം തീയതിയാണെന്നാണ് അമിത്ഷാ പറയുന്നത്. അതാ ഞാൻ ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് ദുരന്താനന്തര റിപ്പോർട്ടാണ്. അത് സ്വാഭാവിക സമയമെടുത്തു കൊടുക്കുന്ന റിപ്പോർട്ടാണ്. അതിന് മുമ്പ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ 1200 കോടി എന്ന് പറഞ്ഞത്. മറ്റത് ദുരന്തത്തിന് ശേഷം നടന്ന വിശദമായ പഠനത്തിന് അതെപ്പോഴും അങ്ങനെ ചെയ്യുക. അതാണ് ഇപ്പോൾ പിന്നീട് കൊടുത്തത് എന്ന് പറയുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി എനിക്കറിയാം അങ്ങനെ പരാതിയില്ല. അതുകൊണ്ട് അത് തന്നെയാണ് നമ്മുടെ ചോദ്യം. ഇതൊരു ഫെഡറൽ സിസ്റ്റമാണ്. എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ നീതി കിട്ടണം. ഇത് കേന്ദ്രത്തിലുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയമായ ഒരു നീക്കങ്ങൾ നടത്തുന്നത് കേന്ദ്രം ചെയ്യുന്നത് ശരിയല്ല. അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അത് ഞാൻ പറയുന്നത് ശരിയാണ്. അതിന് രാഷ്ട്രീയമുണ്ട്. അത് നിങ്ങൾക്കൊക്കെ അന്വേഷിച്ചാൽ ആ രാഷ്ട്രീയം മനസ്സിലാവും. കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണം. തമിഴ്നാടിന് കൊടുക്കുന്നത് പോലെ കേരളത്തിന് നൽകണം.
പക്ഷെ അങ്ങ് മന്ത്രിയായിരുന്ന ഒരാളാണ്, നേരത്തെയും ഈ വകുപ്പ് ഞാൻ കൈകാര്യം ചെയ്തയാളാണ്. അതെ, അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. കേന്ദ്ര സംഘം സന്ദർശിക്കും. ഈ കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനത്തിലും നാശനഷ്ടങ്ങളുടെ കണക്ക് ഉൾപ്പെടെയുള്ളവ എടുക്കുമല്ലോ. അതനുസരിച്ച് വേണമെങ്കിൽ കേന്ദ്ര സഹായം നൽകാവുന്നതല്ലേ? സ്വാഭാവികമായിട്ടും അത് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒറീസ ദുരന്തമുണ്ടായി ഞാൻ മന്ത്രിയായിരുന്ന സന്ദർഭത്തിലാണ്. അന്ന് പ്രധാനമന്ത്രിയാണ് എന്നെ ഒറീസയിൽ അയക്കുന്നത്. നവീൻ പട്നായിക്കുമായിട്ട് ഞാൻ ചർച്ച ചെയ്ത് ഒരു ദിവസം ഇവിടെ കിട്ടിയുള്ളൂ. കാരണം പിറ്റേ ദിവസം ഞാനിവിടെ സഹമന്ത്രിയായിട്ട് ഇൻഡിപെൻഡൻറ്റ് ചാർജായിട്ട് എടുക്കുന്ന സന്ദർഭത്തിലാണ് ഞാൻ പോകുന്നത്. ഞങ്ങൾ രാത്രിയും പകലും ഇരുന്ന് ചർച്ച ചെയ്തിട്ട് റിപ്പോർട്ട് അത് മൻമോഹൻ സിംഗിന് കൊടുത്തു. പ്രാഥമിക സഹായം എത്തിച്ചു. പിന്നീട് കേന്ദ്ര സംഘം ചെന്ന് ഡീറ്റെയിൽസായിട്ട് പഠിച്ചു. അതിനുശേഷമാണ് ഒറീസ ഗവൺമെൻറ് ഡീറ്റെയിൽ ആഫ്റ്റർ ഡിസാസ്റ്റർ എന്താണെന്നുള്ളത് അയച്ചത്. ഇതൊക്കെ വെച്ചുള്ള സഹായം കൊടുത്തിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിലും സംസ്ഥാനങ്ങൾക്ക് സഹായം നിശ്ചയിച്ചു. മാത്രമല്ല കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ബൂട്ടാ സിംഗ് കേരളത്തിൽ നിന്നപ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരുന്നയാളാണ്. അന്ന് കുട്ടനാട്ടിൽ ഹെലികോപ്റ്ററിന് പോയി പറന്നു. അത് ചെല്ലാനത്ത് പോയി 100 കോടി രൂപയാണ് എന്നെ അനുവദിച്ചത്. അപ്പോൾ ഇതിനെല്ലാം പ്രീസിഡൻസ് ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് ഇതിനെ അഭ്യർത്ഥിക്കാനുള്ളത് കേരളത്തിലെ ജനങ്ങളോട് നീതി പുലർത്തണം. ഇതിനകത്ത് രാഷ്ട്രീയം കാണരുത്.